അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 58 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ പേജ് നമ്പർ 59 രണ്ടാമത്തെ ചോദ്യം അതാണ് ചെയ്യാനുള്ളത്. എന്താണ് ചോദ്യം? പ്രൂവ് ദാറ്റ് ഇൻ എനി ഈക്വലാറ്റർ ട്രയാങ്കിൾ ദി സർക്കം സെന്റർ ഓർത്തോ സെന്റർ ആൻഡ് സെൻട്രോയിഡ് കോയിൻസൈഡ്. അതായത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണത്തിൽ സർക്കം സെന്റർ അതായത് പരിവൃത്ത കേന്ദ്രം, പിന്നെയോ ഓർത്തോ സെന്റർ ലംബകേന്ദ്രം, പിന്നെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യമ കേന്ദ്രം അല്ലെ, ഇവയെല്ലാം ഒരു പോയിന്റിലാണ് എന്നാണ് നാം തെളിയിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നാം വളരെ വിശദമായിക്കൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ തന്നെ കഴിയും. ഈ 3 കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ് നമുക്കിത് വേഗം ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്താണ് സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു ത്രികോണം, ഈ ത്രികോണത്തിന്റെ സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏതെങ്കിലും 2 വശങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെ, 2 ലംബ സമഭാജികൾ വരയ്ക്കും അല്ലെ. അപ്പൊ ഇവിടെ കുത്തിയിട്ട് പകുതിയേക്കാൾ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും ഇവിടെ നിന്ന്, അതേപോലെ ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കും അല്ലേ. അതിനുശേഷം ഇവിടെ നിന്ന് കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയും ആർക്ക് വരയ്ക്കും, ഇങ്ങനെയും ആർക്ക് വരയ്ക്കും. ഇനി ഈ 2 പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെയും ഇതേപോലെ ചെയ്യും അല്ലേ. പകുതി കൂടുതലെടുക്കും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ഇനി ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെയും ഒരു ആർക്ക് വരയ്ക്കും, ഇങ്ങനെയും ഒരു ആർക്ക് വരയ്ക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 2 പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ ഈ 2 വരകൾ തമ്മിൽ കൂട്ടി യോജിക്കുന്ന ഈ പോയിന്റാണ് നമ്മുടെ സർക്കം സെന്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇത് റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ 3 മൂലകളും വൃത്തത്തിൽ ടച്ച് ചെയ്തിരിക്കും അല്ലേ. ഇനി ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാലോ, ഇതേപോലത്തെ ട്രയാങ്കിൾ നമുക്ക് ഒന്നും കൂടി വരയ്ക്കാം. ഇതിന്റെ ഓർത്തോ സെന്റർ എങ്ങനെ വരും? അതായത് ഒരു മൂലയിൽ നിന്ന് എതിർ വശത്തിലേക്കുള്ള ലംബം അല്ലെ, ആൾട്ടിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും, അതല്ലെങ്കിൽ ലംബം എന്ന് പറയും അല്ലെ. അപ്പൊ ഈ 2 ലംബങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന, അല്ലെങ്കിൽ 3 ലംബങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കേന്ദ്രത്തെയാണ് ലംബകേന്ദ്രം അഥവാ ഓർത്തോ സെന്റർ എന്ന് പറയുക. ലംബം വരയ്ക്കാൻ നമുക്കറിയാം, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരും അല്ലേ. ലംബം വരച്ചു. ഇനി ശ്രദ്ധിക്കാം, ഇനി ഈ വശത്തേക്ക് ഇവിടെ നിന്ന് നാം ഇതിന്റെ സെന്ററിലേക്കല്ല ലംബമായിട്ടാണ് വരയ്ക്കേണ്ടത്. ഈ പോയിന്റ് ഇവിടെ നിന്ന് മുട്ടുമ്പോൾ എന്ത് വേണം? 90 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പൊ ഏറെക്കുറെ നമുക്ക് 90 ഡിഗ്രി കിട്ടുന്ന രൂപത്തിൽ വരച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇതേ രൂപത്തിലായിരിക്കും പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 90 ഡിഗ്രി കിട്ടണം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ മൂലയിൽ നിന്ന് ഈ വശത്തേക്കും, അപ്പോൾ ഇവിടെയും നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഈ രൂപത്തിലായിരിക്കും ഇത് വരിക. ഇവിടെ 90, ഇവിടെ 90. അപ്പോൾ ഈ 3 പോയിന്റുകൾ, ഈ 3 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ലംബകേന്ദ്രം അഥവാ ഓർത്തോ സെന്റർ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ടല്ലോ, മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കൂടി വരയ്ക്കാം. അപ്പോൾ ഈ ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിരേക്ക് കിടക്കുന്ന വശത്തിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയാ? മീഡിയൻ എന്ന് പറയുക അല്ലേ. ആ 3 മീഡിയനുകൾ കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം. നമ്മൾ ഇവിടുന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റ് ഇതാണ്, ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ പോയിന്റാണ് സെൻട്രോയിഡ്. ഈ പോയിന്റാണ് ഓർത്തോ സെന്റർ, ഈ പോയിന്റ് സർക്കം സെന്റർ. അപ്പോൾ 3 മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ 3 ഭാഗത്തായിരിക്കും ഈ പോയിന്റുകൾ വരുന്നത് അല്ലേ. പക്ഷേ ഒരു സമഭുജ ത്രികോണമാണെങ്കിൽ, അതായത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കിതൊന്ന് വരച്ചു നോക്കാം. എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ നമുക്ക് ആദ്യം സർക്കം സെന്റർ ഒന്ന് വരച്ചു നോക്കാം. പകുതി കൂടുതൽ നമ്മൾ ആർക്ക് വരയ്ക്കണം. വീണ്ടും ആർക്ക് വരച്ചു. ഇവിടെ നിന്ന് വീണ്ടും ആർക്ക് വരച്ചു. അപ്പോൾ നമ്മൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ വശത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തു, ആർക്ക് വരച്ചു. അതിനുശേഷം ഇവിടെ കുത്തുന്നു അല്ലേ, ഇവിടെ ആർക്ക് വരയ്ക്കുന്നു, വീണ്ടും ആർക്ക് വരയ്ക്കുന്നു. ഈ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ലംബ സമഭാജി കിട്ടി. ഈ പോയിന്റാണ്
സർക്കം സെൻറ്റർ അല്ലേ, സർക്കം സെൻറ്റർ കിട്ടി. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി നമുക്ക് ഓർത്തോ സെൻറ്റർ അല്ലേ. എന്താണ് ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു ത്രികോണത്തിന്റെ മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബമാണ് ഓർത്തോ സെൻറ്റർ അല്ലേ. അപ്പോൾ അതായത് നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ മൂലയിൽ നിന്ന് നമുക്ക് എതിർവശത്തേക്ക് ലംബം വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ആൾട്ടിറ്റ്യൂഡ് അല്ലേ, അതായത് ലംബം. അപ്പോൾ ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് ഈ മൂലയിൽ നിന്ന് ഈ വശത്തേക്കുള്ള ലംബം. അപ്പോൾ ഇതിങ്ങനെ പോയി ഈ വശത്തേക്കുള്ള ലംബം വരച്ചു അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. ഇനി നമുക്ക് ഈ മൂലയിൽ നിന്ന് ഈ വശത്തേക്കുള്ള ലംബം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ലംബം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ 3 ലംബങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇത് അല്ലേ. അപ്പോൾ അതായത് ഈ പെർപെൻഡിക്കുലർ, നാം ആദ്യം വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇപ്പോൾ വരച്ച ലംബങ്ങളും നമുക്ക് ഒരേ വരകളാണെന്ന് കാണാം അല്ലേ. ഇനി നമുക്ക് എന്താ വരയ്ക്കാനുള്ളത്? മീഡിയൻസ് അല്ലേ. മീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്നും എതിർവശത്തെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത് അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ ഈ മൂല എടുത്തു, ഇതിന്റെ എതിർവശം ഇതാണ്, ഇതിന്റെ മിഡ് പോയിന്റ് ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സെയിം ലൈനുകൾ തന്നെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഈ മൂലയിൽ നിന്ന് എതിർവശത്തെ ഈ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ലൈൻ വരും. അതായത് നാം ഈ വരച്ച വരകളൊക്കെ എല്ലാം എന്താണ്? സെയിം വരകൾ തന്നെയാണ് അല്ലേ. അതായത് ഒരു സമഭുജ ത്രികോണത്തിൽ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡും പിന്നെ മീഡിയൻസ് എല്ലാം എന്താണ്? ഒരേ ലൈനുകൾ തന്നെയാണ് അല്ലേ. പിന്നെ ഈക്വലേറ്റർ ട്രയാങ്കിൾ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് മീഡിയൻസ് ആർ ദി സെയിം ലൈൻസ്. സോ ദയർ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആർ സെയിം. അങ്ങനെ എഴുതിയാൽ മതി. അതായത് ഒരു സമഭുജ ത്രികോണത്തിലെ ലംബ സമഭാജികളും പിന്നെ ലംബങ്ങളും നടുവരകളും ഒരേ വരകൾ തന്നെയാണ്. ആയതിനാൽ അവ കൂട്ടിമുട്ടുന്ന പോയിന്റ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, in the picture below the medians of the triangle divide into 6 small triangles. Prove that all 6 triangles have the same area. അതായത് നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് മറ്റുള്ളത്? ദി മീഡിയൻസ് ഓഫ് ദി ട്രയാങ്കിൾസ് ഡിവൈഡ് ഇൻടു 6 സ്മോൾ ഏരിയ. മീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മൂലയിൽ നിന്ന് ഇതിൻ്റെ എതിർവശത്തെ മിഡ് പോയിന്റിലേക്കുള്ള വരകളാണ് അല്ലേ. അപ്പോൾ ഇതൊരു മീഡിയൻ. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് അല്ലേ, അപ്പോൾ ഇതൊരു മീഡിയൻ. പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് അല്ലേ, അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയൻ. ഇപ്പൊ നമുക്ക് 6 ത്രികോണങ്ങൾ കിട്ടി അല്ലേ. ഈ 6 ത്രികോണങ്ങൾക്കും ഒരേ ഏരിയ തന്നെയാണ് എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെൻട്രോയിഡും അല്ലെങ്കിൽ മീഡിയനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ട് അല്ലേ. മീഡിയന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്താണ് ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അത് വെച്ചാണ് നാം ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ ഈ 6 ത്രികോണങ്ങളും ഈക്വൽ ഏരിയ ഉള്ള ത്രികോണങ്ങളാണ് എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒരു നടുവര, നമുക്കറിയാം നടുവര അതായത് മീഡിയൻ അല്ലേ. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് അല്ലേ. ഇപ്പം ഇങ്ങോട്ട് നോക്കിയേ, ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ മധ്യബിന്ദുവിലേക്കാണ് ഇത് വരച്ചിട്ടുള്ളത്. അതായത് ഈ മീഡിയൻ ഈ വലിയ ത്രികോണത്തെ 2 തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട്. അത് ഈ മീഡിയൻ, ഈ കടുപ്പത്തിലുള്ള ഈ മീഡിയൻ കണ്ടല്ലോ, ആ മീഡിയൻ ഈ ഒരു ത്രികോണത്തെ 2 തുല്യ ഭാഗങ്ങളാണ് ആക്കുന്നത്. ഒരേ ഏരിയ ഉള്ള 2 ചെറിയ ത്രികോണങ്ങളാക്കുന്നു അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്താണ്? അരാബി എച്ച്. അപ്പൊ ഇവിടെ ബേസും എച്ചും അല്ലെ ഈക്വൽ ആയാലും മതി അല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോൾ ഈ വര 2 ഭാഗങ്ങളാക്കി ത്രികോണത്തെ, മറ്റേ വരകളൊക്കെ തൽക്കാലം മറന്നു കളഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെ നോക്കി, ഇതിന്റെ ബേസ് ഇതാണ്, ബേസ് അല്ലേ. ഇതിന്റെ മധ്യബിന്ദുവാണ് ഇത് അല്ലെ. ഇതാണ് മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് മധ്യബിന്ദുമായി ബന്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അതായത് ഇതും ഈക്വൽ ആണ്, അതായത് ബേസ് ഈക്വൽ ആണ്. ഇനി എച്ച് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്താണ്? ഈ ത്രികോണം എടുക്കുക, ഈ ത്രികോണം.
ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലംബമായ ദൂരം അല്ലേ. അപ്പം ഇങ്ങനെ വരും. ഇതാണ് ഈ ത്രികോണത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. അത് തന്നെയാണ് നമ്മുടെ ഈ ത്രികോണം നോക്കിയാൽ ഈ ത്രികോണത്തിന് ഈ മൂലയിൽ നിന്നുള്ള ലംബമായ ദൂരം, ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ല വരേണ്ടത്, ലംബമായ ദൂരം അല്ലേ. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, അതിലേക്കുള്ള ലംബമായ ദൂരമാണ് ഇത് അല്ലേ. അതൊന്ന് കുറച്ചും കൂടി നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന് കൃത്യമായ 90 ഡിഗ്രി കിട്ടുന്നത് അല്ലേ. അതായത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും ബിയും സെയിം തന്നെയാണ്, എച്ചും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ രണ്ട് ത്രികോണങ്ങളും ഒരേ ഏരിയ ഉള്ള രണ്ട് ത്രികോണങ്ങളാക്കി. ആക്കിയ ആള് ഈ മീഡിയൻ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്കത് മാറ്റാം. ഈ മീഡിയൻ എടുക്കാം. ഇത് തൽക്കാലം മനസ്സിൽ നിന്ന് കളയാം. ഈ മീഡിയൻ മാത്രം എടുക്കാം. അപ്പം ഈ മീഡിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ത്രികോണത്തെ ഇതേപോലെ നാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് തുല്യ ഏരിയകളുള്ള രണ്ട് ട്രയാങ്കിളാക്കി മാറ്റുന്നുണ്ട് അല്ലേ. ഇങ്ങോട്ട് നോക്കിയാൽ ഈ മീഡിയൻ ഇങ്ങനെ ഒരു ത്രികോണം, അതേ രൂപത്തിൽ ഇങ്ങനെ ഒരു ത്രികോണം. അപ്പോൾ ഈ മീഡിയൻ ഈ ത്രികോണത്തെ രണ്ടാക്കി മാറ്റുന്നു. അതോടൊപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, നാം ആദ്യം പറഞ്ഞ ഈ ത്രികോണത്തിന്റെ ഇങ്ങനെ അതിന്റെ മണ്ടക്കൽ കൂടി ഇങ്ങനെ പോകണം അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ പോയിന്റ് എന്താണ്, സെൻട്രോയിഡ് ആണ് അല്ലേ. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 2 ആണെങ്കിൽ ഇങ്ങോട്ട് 1 അല്ലേ. അതായത് 2:1. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തെയും എങ്ങനെ ഇവിടെ ഏരിയകൾ എങ്ങനെ ആയിരിക്കും, 2:1 എന്ന അംശബന്ധത്തിലായിരിക്കും. മനസ്സിലായോ? നമുക്കൊരു പണി, ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതാം, എന്നിട്ട് നമുക്ക് അടുത്തത് പറയാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിയോളൂ. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് ഈ ത്രികോണത്തിന് നമുക്ക് ത്രികോണം എ ബി സി, ഇനി നമ്മുടെ മിഡ് പോയിന്റുകൾക്ക് ABC DEF. ഈ സെൻട്രോയിഡിന് കൂട്ടിമുട്ടുന്ന പോയിന്റ് നമുക്ക് G എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് D എന്ന് പറയുന്നത് എന്താണ്, മധ്യബിന്ദുവാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. സിൻസ് D is the midpoint, അപ്പൊ ഡി മധ്യബിന്ദു ആയതുകൊണ്ട്, ഈ ബി സിയുടെ മധ്യബിന്ദുവാണ് ഡി, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, ഈ എ ഡി എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൊത്തം ത്രികോണത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഏരിയ ഓഫ് എ ഡി ബി, ഈ ത്രികോണത്തിന്റെ ഏരിയയും എ ഡി സി ഇതിന്റെ ഏരിയയും എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. മാത്രമല്ല അത് എന്തിന് ഈക്വൽ ആയിരിക്കും, അത് മൊത്തം ത്രികോണത്തിന്റെ പകുതി ആയിരിക്കും അല്ലേ. അപ്പൊ അത് നമുക്ക് ആദ്യം എഴുതാം. ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. പിന്നെ അതെന്തിന് ഈക്വൽ ആയിരിക്കും, എന്തിന്റെ പകുതി ആയിരിക്കും, മൊത്തം ഏരിയയുടെ പകുതി ആയിരിക്കും അല്ലേ. അര ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും ഈ ഓരോ ത്രികോണത്തിന്റെയും ഏരിയ. അത്ര മനസ്സിലായല്ലോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് പറഞ്ഞു, ഈ മീഡിയൻ നമ്മുടെ ഈ ത്രികോണം എടുക്കുക, എ ബി ഡി അല്ലെങ്കിൽ എ ഡി ബി എന്ന് പറഞ്ഞ ഈ ത്രികോണം എടുക്കുക. ആ ത്രികോണത്തിനെ ഈ മീഡിയൻ എന്താക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന് ഏതാണ്, ഒന്ന് എ ജി ബി എന്ന് പറയുന്ന ത്രികോണം, പിന്നെ ബി ജി ഡി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. അപ്പൊ നാം ഈ പറഞ്ഞ ഒരു ത്രികോണത്തെ രണ്ടാക്കി മുറിക്കുന്നു. അപ്പൊ നമുക്ക് എഴുതാം, കൺസിഡർ ട്രയാങ്കിൾ ഏതൊക്കെയാണ്, എ ജി ബി ആൻഡ് ട്രയാങ്കിൾ ബി ജി ഡി. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബി ജി എന്ന് പറയുന്നത് രണ്ടിന്റെയും കോമൺ ആണ് അല്ലേ, ആണല്ലോ. ഈ ബി ജി എന്ന് പറയുന്ന വശം ഈ ത്രികോണത്തെയും കോമൺ വശമാണ്, ബേസ് അല്ലേ. ഇനി നോക്കിയേ, അതിന്റെ എച്ച് നോക്കിയാൽ ഇവിടുന്ന് ഇവിടം വരെയാണ് എച്ച്. എ ജി എന്ന് പറയുന്നതാണ് ഇതിന്റെ എച്ച് ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ എച്ച് അതാണ് ജി ഡി എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇത് സെൻട്രോയിഡ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം 2, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് 2:1 എന്ന അംശബന്ധത്തിലാണ് ഇതിനെ മുറിക്കുന്നത്.
ഇനി ഈ വശം രണ്ടിനും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ട് ഏരിയകൾ എങ്ങനെ വരും? ഇതിന്റെ ഏരിയ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ഇതിന്റെ ഏരിയ, അല്ലേ? കാരണം ഇത് ഈ വശം രണ്ടാണെങ്കിൽ ഈ വശം ഒന്നേ ഉള്ളൂ. ഇത് രണ്ടും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും ഈ ത്രികോണത്തിന്റെ ഏരിയ. മനസ്സിലായല്ലോ? എ ജി രണ്ട് വശങ്ങളാണ്. എ ജി ഈസ് ടു ജി ഡി, അല്ലേ? ജി ഡി എന്താ ശബ്ദത്തിലായിരിക്കും? 2:1. അതായത് സെൻട്രോയിഡ് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, അല്ലേ? പിന്നെ ബി ജി എന്ന് പറയുന്നത് എന്താണ്? കോമൺ വശങ്ങളാണ്, അല്ലേ? അപ്പൊ അത് എഴുതാം, ബി ജി ഈക്വൽ ടു ബി ജി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് ത്രികോണങ്ങളുടെയും ഏരിയകൾ 2:1 എന്ന അംശബന്ധത്തിലാണ്. ഏരിയ ഓഫ് therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ജി ബി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ജി ഡി 2:1 എന്ന അംശബന്ധത്തിലായിരിക്കും. ഈ ത്രികോണത്തിന്റെ രണ്ട് ഭാഗം ഇത് വരും, ഒരു ഭാഗം ഇത് വരും. അതായത് മൂന്ന് ഭാഗങ്ങളിൽ ഒരു ഭാഗമായിരിക്കും ഈ ചെറിയ ത്രികോണത്തിന്റെ ഏരിയ, അല്ലേ? അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ജി ഡി എത്രയായിരിക്കും? 1/3. ഏതിന്റെ 1/3? ഈ ട്രയാങ്കിൾ എ ഡി ബിയുടെ 1/3 ആയിരിക്കും ഇതിന്റെ ഏരിയ. മനസ്സിലായില്ലേ? അതായത് 2:1 എന്ന അംശബന്ധത്തിലാണ് ഏരിയനെ മുറിക്കുന്നത്. അതുകൊണ്ട് മൂന്നിൽ ഒരു ഭാഗമായിരിക്കും ഇതിന്റെ ഏരിയ. അപ്പൊ നമുക്കത് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏത് ചെറിയ ത്രികോണം ബി ജി ഡി സീക്വൽ ടു 1/3. മൂന്നിൽ ഒരു ഭാഗമായിരിക്കും എന്തിന്റെ? ഈ എ ഡി ബി എന്ന ത്രികോണത്തിന്റെ ഏരിയയുടെ മൂന്നിൽ ഒരു ഭാഗം ട്രയാങ്കിൾ എ ഡി ബി. അതായത് 1/3 ഓഫ് ട്രയാങ്കിൾ എ ഡി ബി. എ ഡി ബിയുടെ ഏരിയ എത്രയാണ്? നാം ആദ്യം പറഞ്ഞിട്ടുള്ള എ ഡി ബിയുടെ ഏരിയ എന്ന് പറഞ്ഞത് എ ഡി സിയുടെ ഏരിയയും ഈക്വൽ ആണ്. അതെത്രയാണ്? 1/2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അത് മൊത്തം ത്രികോണത്തിന്റെ ഏരിയയുടെ പകുതിയാണ്, അല്ലേ? അപ്പൊ നമുക്ക് ത്രികോണം എ ഡി ബിയുടെ ഏരിയക്ക് പകരം എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം. എങ്ങനെ? അര ഇൻറ്റു എ ബി സി. എ ബി സിയുടെ പകുതിയാണ്, അല്ലേ? അപ്പൊ നമുക്ക് 1/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി. അതിന് പകരം എന്ത് കൊടുക്കുന്നു? എ ബി സിയുടെ പകുതിയാണ്, അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി. അതായത് നമ്മൾ ത്രികോണം എ ഡി ബിയുടെ ഏരിയക്ക് പകരം എന്ത് കൊടുത്തു? അര ഇൻറ്റു ഏരിയ ഓഫ് ത്രികോണം എ ബി സി. മൊത്തം ത്രികോണത്തിന്റെ പകുതി ഭാഗമാണിത്, അല്ല? അങ്ങനെ കൊടുത്തു. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1/2 എന്താണ്? 1/6 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അതായത് ത്രികോണം എ ബി സിയുടെ 1/6 ആറിൽ ഒരു ഭാഗമാണ് ഈ ത്രികോണത്തിന്റെ ഏരിയ. മനസ്സിലായില്ലേ? അപ്പൊ ഇതേ രൂപത്തിൽ തന്നെ ഈ സെൻട്രോയിഡ് 2:1 എന്ന അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ത്രികോണങ്ങളുടെയും അംശബന്ധം എങ്ങനെയായിരിക്കും? 2:1 എന്ന അംശബന്ധത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓരോ ത്രികോണങ്ങളുടെയും ഏരിയ എന്ത് കിട്ടും? ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയയുടെ 1/6 ഭാഗം എന്ന് കിട്ടും. മനസ്സിലായല്ലോ? നമുക്ക് എഴുതാം. സോ ഓൾ ദീസ് 6 triangles have the same area. ആയതിനാൽ ഈ 6 ത്രികോണങ്ങൾക്കും ഒരേ ഏരിയ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ ഒരു ടൈപ്പ് ചോദ്യം തന്നെയാണ് അടുത്തതും. എന്താണ്? ഇൻ ദി പിക്ചർ ബിലോ ദി ട്രയാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻടു 3 small triangles by joining the സെൻട്രോയിഡ് ടു ദി 3 vertex. സെൻട്രോയിഡിൽ നിന്ന് 3 വെർട്ടെക്സിലേക്കും ലൈനുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 3 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് all these triangles have the same area. 3 ത്രികോണങ്ങൾക്കും തുല്യ ഏരിയകളാണ് എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണിത്. നമുക്കറിയാം ഇത് 3 മീഡിയനുകളാണ്, അല്ലേ? ബി ജി. ഇത് നമ്മുടെ സെൻട്രോയിഡ്. അതായത് ബിയിൽ നിന്ന് ഇതിന്റെ മധ്യബിന്ദുവിലേക്ക് ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇത് നീട്ടി. അപ്പോൾ ഇതൊരു മീഡിയൻ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ മധ്യബിന്ദുവിലേക്ക് ഇതൊരു മീഡിയൻ, ഇതൊരു മീഡിയൻ. ഈ മീഡിയനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ജി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ 6 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്, അല്ലേ?
ഓരോ ട്രയാങ്കിളുടെയും ഏരിയ എന്നാൽ ഇപ്പോൾ തന്നെ പ്രൂവ് ചെയ്തു 1/6 ആണ്. മൊത്തം ത്രികോണത്തിൻ്റെ 1/6 ഭാഗമാണ് ഓരോ ചെറിയ ത്രികോണത്തിൻ്റെയും ഏരിയ. അപ്പോൾ നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ എഴുതാം. എങ്ങനെ? ഇപ്പോൾ നമുക്ക് ഇത് 3 തുല്യ ഭാഗങ്ങളാക്കുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഏരിയ എത്ര വരും? 1/6 + 1/6 അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ BGC, ഏരിയ ഓഫ് ട്രയാങ്കിൾ BGC എത്ര വരും? ഇത് തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? 1/6 + 1/6. ഇനി ഇതെന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ അതായത് ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇതും 1/6 ഇതും 1/6 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടി. ഇനി ഇതിൻ്റെ ഏരിയ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതും 1/6 + 1/6. അപ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൻ്റെ ഈ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ 1/6 + 1/6 അല്ലേ? 1/6 + 1/6 എന്തിൻ്റെ? മൊത്തം ത്രികോണത്തിൻ്റെ ഏരിയയുടെ 1/6 ഭാഗവും 1/6 ഭാഗവും കൂടി കൂട്ടിയാലാണ് നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 1/6 + 1/6 എന്തിൻ്റെ? മൊത്തം ത്രികോണത്തിൻ്റെ ഏരിയയുടെ അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അതായത് 1/6 + 1/6 ഇവിടെ നോക്കിയാൽ ഇവിടെ ഛേദങ്ങൾ ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് 6 അങ്ങനെ തന്നെ എഴുതാം. പിന്നെ 1 + 1 2. അപ്പോൾ 2/6 ഓഫ് ABC, ട്രയാങ്കിൾ ABC. അപ്പോൾ ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെ 2/6 ഭാഗമാണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ 2/6 എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ? അതായത് 1/3 ഓഫ് ട്രയാങ്കിൾ ABC. 1/3 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെ 1/3 ഭാഗമാണ് ഇതിൻ്റെ ഏരിയ. ഇതിൻ്റെ ഏരിയയും 1/3, ഇതിൻ്റെ ഏരിയയും 1/3. അപ്പോൾ നമുക്ക് എഴുതാം. സോ ദി 3 ട്രയാങ്കിൾസ് ഹാവ് ദി സെയിം ഏരിയ. അതിനാൽ ഈ 3 ത്രികോണങ്ങൾക്കും ഒരേ ഏരിയകൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ